വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ ഇ വേ ബില്ല് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഇ വേ ബില്ലിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഇ വേ ബില്ലുമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അതിനകത്ത് ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടോ, ബിൽ ടു ഓർ ഷിപ്പ് ടു ട്രാൻസാക്ഷൻ. ബിൽ ടു ഷിപ്പ് ടു ട്രാൻസാക്ഷൻ. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ എറണാകുളത്താണ്, ഞാനാണ് സപ്ലയർ. ഓക്കെ, നിങ്ങൾക്കാണ് ഗുഡ്സ് ആവശ്യമെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പ്ലേസിലിരുന്ന് എന്നോട് പറയുകയാണ് നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഗുഡ്സ് വേണം, മനസ്സിലായി. പക്ഷേ നിങ്ങൾ പറയുന്ന സ്ഥലത്തോട്ട് അത് അയച്ചു കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ പ്ലേസ് ഓഫ് ബിസിനസ് ബോംബെയിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ വീട് ചെന്നൈയിലാണ്. സോ ചെന്നൈയിൽ ഇരുന്നിട്ട് നിങ്ങൾ കൊച്ചിയിലുള്ള എൻ്റെ അടുത്ത് സപ്ലയറിനോട് പറയുകയാണ് ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വേണം, പക്ഷേ ഈ ഗുഡ്സ് എങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം? മുംബൈയിലോട്ട് എത്തിച്ചു കൊടുക്കണം. സോ ഇങ്ങനെ വരുന്ന ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ബിൽ ടു ഷിപ്പ് ടു ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആലോചിച്ച് നോക്കി, 5 ലക്ഷം രൂപയാണ് നമ്മുടെ ബിൽ വാല്യൂ എന്ന് വിചാരിക്കുക. ഇൻവോയ്സ് പ്രൈസ് 5 ലക്ഷം രൂപയാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ എനിക്ക് 5 ലക്ഷം രൂപ തരണം എന്ന് വിചാരിക്കുക. മനസ്സിലായി. ഇവിടെ ബിൽ ടു എന്ന് പറയുന്നത് ചെന്നൈയിലോട്ടാണ് അല്ലേ, പക്ഷെ ഷിപ്പ് ടു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും, മുംബൈയിലോട്ടും വരും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു? ഈ പറയുന്ന റെസിപ്പിയന്റെ സ്ഥലത്തിരുന്നിട്ടാണ് ഈ പറയുന്ന സപ്ലയർക്ക് ഓർഡർ ചെയ്യണേ. എന്നിട്ട് സപ്ലയറോട് പറയുന്നു റെസിപ്പിയനിലോട്ടല്ല എത്തിക്കേണ്ടത്, റെസിപ്പിയൻ പറയുന്ന വേറൊരു പ്ലേസിലോട്ടാണ് എത്തിക്കേണ്ടത്. സോ ഇങ്ങനെ വരുന്ന ട്രാൻസാക്ഷൻസിനകത്ത് ഡബിൾ എഫക്റ്റ് വരും. ബിൽ ടുവും വരും, സപ്ലൈ ടു അല്ലെങ്കിൽ ഷിപ്പ് ടു എന്ന് പറയുന്നതും കൂടെ വരും. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ഇ വേ ബിൽ എന്ന് പറയുന്ന സാധനം തയ്യാറാക്കുക? മനസ്സിലായി? നോക്കാം. ഓക്കെ, although bill to ship to transaction could sometimes result in twin supply of transaction, they require a single e-way bill since the movement is singular. ഓക്കെ, ഇങ്ങനെ ഒരു ഡബിൾ എഫക്റ്റ് വരികയാണെങ്കിൽ പോലും അവിടെ ഒരു സിംഗിൾ ഇ-വേ ബില്ല് മതി. മനസ്സിലായി? In the e-way bill form, there are two portions under the two sections. ഇ-വേ ബിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പറയുന്ന ബിൽ ടു ഷിപ്പ് ടു ആണെങ്കിൽ 2 പോർഷൻസ് ഉണ്ടാവും. അതിനകത്ത് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബില്ലിംഗ് ടു. ഓക്കെ, അതായത് ആ ഫോമിന് 2 പാർട്ട് ഉണ്ടാവും. അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനകത്ത് ഈ പറയുന്ന ബില്ലിംഗ് ടു അതിന്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം. ആൻഡ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഷിപ്പ് ടു, ഏതാണോ ഡെസ്റ്റിനേഷൻ അതിന്റെ അഡ്രസ്സും കാര്യങ്ങളും നമ്മൾ അടിച്ചു കൊടുക്കണം. ആൻഡ് ദ അതർ ഡീറ്റെയിൽസ് ആർ എൻറ്റേർഡ് ആസ് പെർ ദ ഇൻവോയ്സ്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇൻവോയ്സ് പ്രകാരം ചെയ്യണം. ദാറ്റ് മീൻസ് ഈ ബിൽ ടു ഷിപ്പ് ടു ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ 2 എഫക്റ്റ് കയറി വരുന്നുണ്ടെങ്കിൽ പോലും ഒരു സിംഗിൾ ഇ-വേ ബില്ല് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്ന നേരത്ത് അതിന് 2 പോർഷൻസ് ഉണ്ടാവും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിനകത്ത് ബിൽ ടു ട്രാൻസാക്ഷൻ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അടിക്കുക. റൈറ്റ് ഹാൻഡ് സൈഡിനകത്ത് കണ്ടോ ഷിപ്പ് ടു ട്രാൻസാക്ഷൻ അടിക്കുക. ഏതാണോ ഡെസ്റ്റിനേഷൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ ബോംബെ ആണ്, ആ ഡെസ്റ്റിനേഷൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ അടിക്കുക. ഓക്കെ, ആൻഡ് ഇൻ കേസ് ഷിപ്പ് to state is different from bill to state, the tax components are entered as per the details of the bill to person. അതായത് രണ്ട് സ്റ്റേറ്റിലാണ്. ഏതാ ഈ പറയുന്ന ബിൽ ടുവും ഷിപ്പ് ടുവും രണ്ട് സ്റ്റേറ്റിലാണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ടാക്സ് എഫക്റ്റ് വരുന്നത് ഷിപ്പ് ടുവിന്റെ ബേസിനകത്തല്ല, ടാക്സ് എഫക്റ്റ് വരുന്നത് ബിൽ ടുവിന്റെ ബേസിനകത്ത്. മനസ്സിലായി? അതായത് ഇവിടെ ടാക്സ് എഫക്റ്റ് വരുന്നത് ഏത് ബേസിനകത്താ? കേരള ടു ചെന്നൈ എന്ന് പറയുന്ന ബേസിനകത്ത്. അതെങ്ങനെയായിരിക്കും എന്നും കൂടെ നമുക്ക് നോക്കാം. ദാറ്റ് മീൻസ് if the bill to location is interstate for the supplier, IGST is entered, and if the bill to person is located in the same state as the supplier, then SGST and CGST are entered irrespective of the place of delivery. Okay, situation മനസ്സിലായല്ലോ? അതായത് ഒരു കുഞ്ഞ് എക്സാമ്പിൾ കൂടെ പറയാം. നിങ്ങൾ താൽക്കാലികമായിട്ട് ചെന്നൈയിൽ നിന്ന് മാറി തൃശ്ശൂർ വരിക. ഓക്കെ, സോ ഞാൻ കൊച്ചിയിലും നിങ്ങൾ തൃശ്ശൂരുമാണ് അല്ലേ, പക്ഷേ ഡെലിവറി ചെയ്യേണ്ട എങ്ങോട്ടാ? ബോംബെയിലോട്ടോ. സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്, ടാക്സ് എഫക്റ്റിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബില്ലിംഗ് ടു അഡ്രസ്സിലോട്ടാണ്, അല്ലാതെ ഷിപ്പ് ടൂലല്ല. സോ ബില്ലിംഗ് ടു അഡ്രസ്സിനകത്ത് ഇൻവോയ്സ് കൊടുക്കുന്ന നേരത്ത് നമ്മൾ രണ്ടുപേരും ഇൻട്രാ സ്റ്റേറ്റ് ആയി, ഒരേ സ്റ്റേറ്റിനകത്ത് തന്നെ. ഞാൻ കൊച്ചിയിൽ, നിങ്ങൾ തൃശ്ശൂരുമാണ്, ഇൻട്രാ സ്റ്റേറ്റ് ആയി. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഗുഡ്സ് നമ്മൾ മുംബൈയിലോട്ടാണ് എത്തിക്കുന്നതെങ്കിൽ പോലും ഓക്കെ, നമ്മുടെ ഗുഡ്സിനകത്ത് CGSTയും SGSTയും കാണും. കാരണം എന്താ? ബിൽ ടുവിനാണ് ഇമ്പോർട്ടൻസ് അല്ലെ, ബിൽ ടുവിനാണ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മുടെ ഗുഡ്സ് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇൻവോയ്സിൽ വരുന്നത് CGSTയും SGSTയും ആയിരിക്കും. ഇനി ഇത് തന്നെ നേരെ തിരിച്ച്, നിങ്ങൾ ചെന്നൈയിലാണ് ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഗുഡ്സ് എത്തിക്കേണ്ടത് കൊച്ചിയിൽ നിന്ന് എൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ ഒരു ഫാക്ടറി തൃശ്ശൂരുണ്ട്, സോ കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിലോട്ട് എത്തിച്ചാൽ മതി. ഇവിടെ ട്രാൻസാക്ഷൻ നോക്കിയേ ഇൻട്രാ സ്റ്റേറ്റ് ആണ് അല്ലെ, അതായത് കൊച്ചിയിൽ നിന്ന് ഞാൻ തൃശ്ശൂരാണ് എത്തിക്കണേ, പക്ഷെ ബില്ലിംഗ് ടു അഡ്രസ് എവിടെയാണ്? ചെന്നൈയാണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഞാൻ ഈ കൊച്ചിയിൽ നിന്ന് ഗുഡ്സ് തൃശ്ശൂർ എത്തിക്കുകയാണെങ്കിൽ പോലും ഇൻവോയ്സിനകത്ത് SGSTയോ CGSTയോ അല്ല ഞാൻ ചാർജ് ചെയ്യണേ, ഇൻവോയ്സിനകത്ത് IGST ചാർജ് ചെയ്യേണ്ടി വരും. സിറ്റുവേഷൻ മനസ്സിലായി? ഇനി നോക്കാം. നോക്കേ,
അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. എ ഈസ് ദ പേഴ്സൺ ഹു ഹാസ് ഓർഡർഡ് ബി ടു സെൻഡ് ഡയറക്ട്ലി ടു സി. എ ഓർഡർ ചെയ്യുന്നുണ്ട് ബിക്ക് സിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഓൺ ബിഹാഫ് ഓഫ് എ ബി സിക്ക് ഗുഡ്സ് എത്തിക്കും. ബി ഈസ് ദ പേഴ്സൺ ഹു സെൻഡിങ് ഗുഡ്സ് ഡയറക്ട്ലി ടു സി ഓൺ ബിഹാഫ് ഓഫ് എ ആൻഡ് സി ഈസ് ദ റെസിപ്പിയന്റ് ഓഫ് ഗുഡ്സ്. മനസ്സിലായി? In this complete scenario, two suppliers are involved and accordingly two tax invoices are required to be issued. ഏതൊക്കെയായിരിക്കും? ഇൻവോയ്സ് നമ്പർ 1 which would be issued by B to A, അല്ലേ? B to A, and which would be issued by A to C. സോ രണ്ട് ഇൻവോയ്സുകളാണ് ഉണ്ടാവുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് എ സിക്ക് കൊടുക്കുന്നത്, അല്ലെ? സോ ബി ടു എ എന്ന് പറയുന്ന ഒരു ഇൻവോയ്സ് ആയിരിക്കും. ഇനി എ ടു സി എന്ന് പറയുന്ന അനദർ ഇൻവോയ്സ് വരും. ഇനി നോക്കിയേ, ഇറ്റ് ഈസ് ക്ലാരിഫൈഡ് ദാറ്റ് ആസ് പെർ ദ GST റൂൾ 2017 either A or B can generate eBay bill. എക്കോ ബിക്കോ eBay bill ജനറേറ്റ് ചെയ്യാം. But it may be noted that only one eBay bill is required to be generated as per the following procedure. അതായത് ഇവിടെ എക്കോ ബിക്കോ വേണമെങ്കിൽ eBay ബില്ല് ജനറേറ്റ് ചെയ്യാം, പക്ഷെ ഒരെണ്ണം മതി, അല്ലെ? സി റെസിപ്പിയന്റ് ആണ്, സിക്ക് eBay ബില്ല് ജനറേറ്റ് ചെയ്യണമെന്നില്ല. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? എ പറഞ്ഞിട്ടാണ് ബി സിക്ക് ഗുഡ്സ് കൊടുക്കുന്നത്. സോ ബി ടു എ എന്ന് പറയുന്ന ഒരു ഇൻവോയ്സ് ഉണ്ടാവും, എ ടു സി എന്ന് പറയുന്ന ഒരു ഇൻവോയ്സ് ഉണ്ടാവും. ഈ രണ്ട് ഇൻവോയ്സിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു eBay ബില്ല് മാത്രം ജനറേറ്റ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഏതെങ്കിലും ഒരു eBay ബില്ല് മാത്രം ജനറേറ്റ് ചെയ്താൽ മതി. അതിന്റെ പ്രൊസീജിയർ ആണ് പറയണേ. നോക്കേ, വേർ ദ eBay bill ജനറേറ്റഡ് ബൈ ബി, ബി ആണ് ജനറേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. പാർട്ട് എ ഓഫ് GST ഫോം EVB 01 എന്തൊക്കെ ഫിൽ ചെയ്യണം നോക്കി, എന്തൊക്കെ ഫിൽ ചെയ്യണം നോക്കി. ഒന്ന്, ബിൽ ഫ്രം, ബിയുടെ ഡീറ്റെയിൽസ് കാണിക്കണം. ആൻഡ് ഡിസ്പാച്ച് ഫ്രം, ഓക്കെ, ബിയുടെ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ്, എവിടെ നിന്നാണ് കുറിച്ച് പോകുന്നത് അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കണം. ആൻഡ് ബിൽ ടു, എയുടെ ഡീറ്റെയിൽസ് കാണിക്കണം, അല്ലെ? എ പറഞ്ഞിട്ടാണ്, സോ ബില്ല് കൊടുക്കുന്നത് എക്കാ. ആൻഡ് ഷിപ്പ് ടു, ആരുടെ ഡീറ്റെയിൽസ്? സിയുടെ ഡീറ്റെയിൽസ് കാണിക്കണം. ആൻഡ് ഇൻവോയ്സ് ഡീറ്റെയിൽസ്, ഓക്കെ, അതായത് ബി എക്ക് കൊടുത്തിരിക്കുന്ന ഇൻവോയ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കണം. ഇത് ആര് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ, ബി ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ, ഇനി എ ആണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കി, ഒന്ന് ബിൽ ഫ്രം, എ ആണ് സിക്ക് കൊടുക്കണേ. സോ എയുടെ ഡീറ്റെയിൽസ് കാണിക്കണം. ആൻഡ് ഡിസ്പാച്ച് ഫ്രം, എവിടുന്നാ ഗുഡ്സ് പോണേ? ബിയിൽ നിന്നാണ് ഗുഡ്സ് പോണേ. സോ ബിയുടെ ഡീറ്റെയിൽസ് കാണിക്കണം. ആൻഡ് ബിൽ ടു, സിയുടെ ഡീറ്റെയിൽസ് കാണിക്കണം. ആൻഡ് ഷിപ്പ് ടു, അഗൈൻ സിയുടെ ഡീറ്റെയിൽസ് തന്നെ കാണിക്കണം. ആൻഡ് ദ ഇൻവോയ്സ് ഡീറ്റെയിൽസ്. മനസ്സിലായി? സോ ഇവിടെ പറഞ്ഞത് ഇങ്ങനെ ഒരു രണ്ട് ഇൻവോയ്സുകൾ ഇതിനകത്ത് കയറി വരികയാണെങ്കിലും രണ്ടിനും കൂടെ വേണ്ടി ഒരു eBay ബില്ല് മതി. അത് ഈ പറയുന്നതിന്റെ പോലെ എക്കോ ബിക്കോ eBay ബില്ലിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്തിനു മുമ്പ്? ബിഫോർ ട്രാൻസ്പോർട്ടേഷൻ, എ ടു സിക്ക് ഗുഡ്സ് പോകുന്നതിന് മുമ്പ്, ബി ടു സിക്ക് ഗുഡ്സ് പോകുന്നതിന് മുമ്പ് eBay ബില്ലിന് അപേക്ഷിക്കണം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഇതിനെയാണ് നമ്മൾ ബിൽ ടു ഷിപ്പ് ടു ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഷിപ്പ് ടുവിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണേ, ടാക്സ് പോയിന്റ് ഓഫ് ബിൽ ടുവിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണേ. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? അതായത് ഇൻട്രസ്റ്റേറ്റ് ആണോ ഇൻട്രാസ്റ്റേറ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ പറയുന്ന ബിൽ ടുവിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ഷിപ്പ് ടുവിന്റെ അടിസ്ഥാനത്തിലല്ല. ഓക്കെ, നോക്കാം. ആൻഡ് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുണ്ട്. അതായത് eBay ബില്ലിന്റെ വാലിഡിറ്റി. The validity is calculated from the date and the time of generation of eBay bill. eBay ബില്ലിന്റെ വാലിഡിറ്റി ഉണ്ട്. അതായത് നിങ്ങൾ ഒരു ടൈമിൽ eBay ബില്ല് ജനറേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് അത് ലൈഫ് ലോങ് ഒന്നും അല്ല. ഓക്കെ, ഓരോ ടൈമിലും eBay ബില്ല് ജനറേറ്റ് ചെയ്യുമ്പോൾ ആ eBay ബില്ലിന് ഒരു എന്ത് കിടപ്പുണ്ട്? ഒരു വാലിഡിറ്റി പീരീഡ് കിടപ്പുണ്ട്. സോ അത് എന്താണെന്ന് നോക്കാം. നോക്കി, ദ ടൈപ്സ് ഓഫ് കൺവെയൻസ്, അതായത് അതർ ദാൻ ഓവർ ഡൈമെൻഷണൽ കാർഗോ. ഇത് ഈ ഓവർ ഡൈമെൻഷനിലാണോ അണ്ടർ ഡൈമെൻഷനിലാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് മോട്ടോഴ്സ് ആക്ട് പ്രകാരമാണ്. അത് എത്രയാണ് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാനൊന്നുമില്ല, നിങ്ങൾ അതൊന്നും ഓർത്തിരുന്നാൽ മതി. അതർ ദാൻ ഓവർ ഡൈമെൻഷണൽ കാർഗോ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ലെസ് ദാൻ 100 കിലോമീറ്റേഴ്സ് ആണെങ്കിൽ എത്ര ദിവസം? 1 ഡേ ആണ് ഇതിന്റെ വാലിഡിറ്റി. മനസ്സിലായി? അതായത് അണ്ടർ ഡൈമെൻഷണൽ കാർഗോയിലാണ് 100 കിലോമീറ്ററിനുള്ളിലാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന eBay ബില്ലിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 ദിവസം മാത്രമേ ഉള്ളൂ. ആൻഡ് ദ സെക്കൻഡ് വൺ, ഫോർ എവറി അഡീഷണൽ 100 കിലോമീറ്റേഴ്സ് ഓർ പാർട്ട് thereof അഡീഷണൽ 1 ഡേ. മനസ്സിലായി? അഡീഷണൽ ആയിട്ട് കയറി വരുന്ന ഓരോ 100 കിലോമീറ്ററോ അതിന്റെ പാർട്ടോ അങ്ങനെയാണെങ്കിൽ 1 ദിവസം കൂടെ കിട്ടും. അതായത് 90 കിലോമീറ്റർ ആണെങ്കിൽ 1 ദിവസം, 120 കിലോമീറ്റർ ആണെങ്കിൽ 2 ദിവസം കിട്ടും. കാരണം എന്താ? ദ പാർട്ട് thereof എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? ആ 100 കിലോമീറ്റർ വരെ 1 ദിവസം, ആ അടുത്ത 100 കിലോമീറ്ററോ അതിന്റെ പാർട്ടോ 20 കിലോമീറ്റർ ആണെങ്കിൽ പോലും നമുക്ക് 2 ദിവസം അതിന്റെ വാലിഡിറ്റി കിട്ടും. ആൻഡ് ഓക്കെ,
ഫോർ ഓവർ ഡയമെൻഷണൽ കാർഗോ, അങ്ങനെയാണെങ്കിൽ ലെസ് ദാൻ 20 കിലോമീറ്റേഴ്സ് ഒരു ദിവസം. ആൻഡ് ഫോർ എവറി അഡീഷണൽ 20 കിലോമീറ്റേഴ്സ് അഡീഷണൽ 1 day. ദാറ്റ് മീൻസ് അണ്ടർ ഡയമെൻഷണൽ കാർഗോ ആണെങ്കിൽ 100 കിലോമീറ്ററിനാണ് ഒരു ദിവസം കൊടുക്കുന്നതെങ്കിൽ ഓവർ ഡയമെൻഷണൽ കാർഗോനാണെങ്കിൽ 20 കിലോമീറ്ററിനാണ് ഒരു ദിവസം കൊടുക്കണേ. അതായത് 25 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 2 ദിവസമാണ് ഇ വേ ബില്ലിന്റെ വാലിഡിറ്റി. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഓക്കെ, സോറി, ഒരു കാര്യം കൂടെ ഓർത്തിരിക്കാനുള്ളത്, ദ വാലിഡിറ്റി ഓഫ് ഇ വേ ബിൽ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ആൾസോ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന വാലിഡിറ്റി വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് അറിയാമോ? ദ ജനറേറ്റർ ഓഫ് സച്ച് ഇ വേ ബിൽ ഹാസ് ടു എയ്തർ 4 hours ബിഫോർ എക്സ്പയറി ഓർ വിത്തിൻ 4 hours ആഫ്റ്റർ ദ എക്സ്പയറി ക്യാൻ എക്സ്റ്റെൻഡ് ദ ഇ വേ ബിൽ വാലിഡിറ്റി. അതായത് വാലിഡിറ്റി തീരുന്നതിന് 4 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ 4 മണിക്കൂർ വാലിഡിറ്റി തീർന്ന് 4 മണിക്കൂറിനുള്ളിലോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന ഇ വേ ബില്ലിന്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഓക്കെ, സോ ഇ വേ ബില്ലിന്റെ വാലിഡിറ്റി ആലോചിക്കേണ്ടത് അണ്ടർ ഡയമെൻഷണൽ കാർഗോസ് ആണെങ്കിൽ 100 കിലോമീറ്ററിന് ഒരു ദിവസം, ഓക്കെ, ഓർ പാർട്ട് ദോർ ഓഫ് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം. 105 കിലോമീറ്റർ ആണെങ്കിൽ 2 ദിവസം കിട്ടും. മനസ്സിലായി? ഇനി ഓവർ ഡയമെൻഷണൽ കാർഗോ ആണെങ്കിൽ 100 കിലോമീറ്റർ എന്ന് മാറിയിട്ട് 20 കിലോമീറ്റർ ആയി. 20 കിലോമീറ്ററിന് ഒരു ദിവസം വെച്ച് നമുക്ക് കിട്ടും. അഡീഷണലി വരുന്ന 20 കിലോമീറ്ററോ അതിന്റെ പാർട്ടിനോ എഗെയിൻ നമുക്ക് ഓരോ ദിവസം കൂടെ വെച്ചൊക്കെ കിട്ടും. മനസ്സിലായി? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതിനകത്ത് പഠിക്കാനുള്ളത്, ഈ പറയുന്ന ഇ വേ ബിൽ എന്ന് പറയുന്നതിനകത്ത് പഠിക്കാനുള്ളത്. ഒരു കുഞ്ഞു കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ കേട്ടോ, വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ആൻഡ് കൺവെയൻസ്. ദാറ്റ് മീൻസ് ഈ പറയുന്ന പ്രോപ്പർ ഓഫീസർക്ക് വഴി തടഞ്ഞു നിർത്തി നമ്മുടെ വെഹിക്കിൾസ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണെന്ന് നോക്കാം. Okay, the commissioner or an officer empowered by him in this behalf may authorize the proper officer to intercept the conveyance to verify the e-way bill in physical or electronic form or all interstate and intrastate movement of goods. അതായത് കമ്മീഷണർക്കോ കമ്മീഷണർ ഓതറൈസ് ചെയ്തിരിക്കുന്ന വേറെ ഓഫീസർക്കോ ഈ പറഞ്ഞിരിക്കുന്ന മൂവ്മെന്റ് ഓഫ് ഗുഡ്സിന്റെ സമയത്ത് ഇ വേ ബില്ല് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. വഴിയിൽ തടഞ്ഞു നിർത്തി ഇ വേ ബില്ല് കാണിക്കാൻ പറയാം. ഓക്കെ, ആൻഡ് the commissioner shall get the radio frequency identification device reader installed at place where the verification of movement of goods is required to be carried out, and the verification of movement of vehicles shall be done through such device reader where the e-way bill has been mapped with the said devices. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഫ്രീക്വൻസി ഡിവൈസുകളാണെങ്കിൽ ആ ഡിവൈസ് വെച്ച് നമുക്ക് മാപ്പ് ചെയ്യാം. അതിന് പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസുകൾ ഉണ്ടാവും. ആ പ്ലേസിൽ കൂടെ കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് മാപ്പ് ചെയ്യാം. മനസ്സിലായി? ഈ വേ ബില്ല് ഉണ്ടോ അല്ലെങ്കിൽ ഈ വേ ബില്ല് വാലിഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മാപ്പ് ചെയ്യാം. നമ്മൾ ഈ സാധാരണ ഈ ടോൾ കൊടുക്കുന്ന പോലെ തന്നെയാണ് അല്ലെ, ഈ ടോളിന്റെ അല്ലെങ്കിൽ ടോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടാഗ് വെക്കുന്നത് പോലെ തന്നെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഇതൊന്ന് മാപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ആ ഡിവൈസ് മുഖേന ഈ വേ ബില്ലിന്റെ വാലിഡിറ്റിയും അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് the physical verification of the conveyance shall be carried out by the proper officer as authorized by the commissioner or an officer empowered by him in this behalf. ഓക്കെ, അതായത് ഇ വേ ബില്ല് കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടോ എന്തെങ്കിലും കാര്യത്തിനകത്ത് കുറവ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നമുക്ക് ആ കൺവെയൻസ് ചെക്ക് ചെയ്യാം. മനസ്സിലായല്ലോ? ഇപ്പോൾ ആ ലോറി ആണെങ്കിൽ ആ ലോറി നമുക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് provided that on receipt of the specific information of aviation of tax, physical verification of a specific conveyance can also be carried out by any other officer after obtaining necessary approval of the commissioner or an officer authorized by him in this behalf. അതായത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ടാക്സ് ഏവിയേഷൻ ടാക്സിന്റെ പറ്റിക്കലോ അല്ലെങ്കിൽ ഇൻവോയ്സിനകത്ത് തെറ്റായിട്ട് എന്തെങ്കിലും എഴുതുമോ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ നോക്കി എന്ത് ചെയ്യാം, വേറെ ഓഫീസർ കമ്മീഷണറിന്റെ അപ്രൂവൽ വാങ്ങിച്ചിട്ട് ആരാണോ ഓഫീസർ അങ്ങേർക്ക് ഇത് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഫിസിക്കലായിട്ട് വെരിഫൈ ചെയ്യാം. Okay, and the last one, after interception of the vehicle, the officer had 3 days time to prepare and submit necessary report of inspection in part B of form EVB 03. Such period now can be extended by another 3 days by the commissioner or any other officer authorized by him. അതായത് ഇങ്ങനെ വഴിയിൽ തടഞ്ഞു നിർത്തുന്നതൊക്കെ ഓക്കെ, അത് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതൊക്കെ ഓക്കെ, പക്ഷെ അതിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്നാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അതിന് 3 ദിവസത്തിനുള്ളിൽ തന്നെ ആ റിപ്പോർട്ട് ഹാജരാക്കണം. വേണമെങ്കിൽ കമ്മീഷണർ സമ്മതിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള അധികാരം കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 3 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതുമായിട്ട് ബന്ധപ്പെടുത്തി ഇ വേ ബിൽ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ചാപ്റ്ററുമായിട്ട് കാണാം. ബൈ.